പണ്ടത്തെ അതേ രുചിയിൽ നല്ല ടേസ്റ്റോട് കൂടിയ മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള 3 ടിപ്പും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. നല്ല പഴുത്ത മാമ്പഴ പുളിശ്ശേരിക്ക് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത മധുരമുള്ള മാമ്പഴം വേണം എടുക്കാനായിട്ട്. ആ മാമ്പഴം എല്ലാം നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഞാനിവിടെ 6 മാമ്പഴം എടുത്തിട്ടുണ്ട്. 6 മാമ്പഴവും തൊലി കളഞ്ഞെടുക്കാം. തൊലി കളയുമ്പോൾ അതിൻ്റെ ഞെട്ട് ഭാഗം കണ്ടിച്ച് വേണം തൊലി കളയാനായിട്ട്. അല്ലെങ്കിൽ തൊലിയുടെ കൂടെ മാങ്ങ തന്നെ പറഞ്ഞു പോരും. അതുകൊണ്ടാണ് ഞെട്ടിൻ്റെ ഭാഗത്തു നിന്ന് തൊലി കളയണത്. മാമ്പഴം എല്ലാം തൊലി കളഞ്ഞ് ഒരു ചട്ടിയിലാക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങ വേകുന്നതിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഫസ്റ്റത്തെ ടിപ്പാണ് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്, അതിൻ്റെ കൂടെ പഞ്ചസാര, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്ത് മാമ്പഴം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് വേകാൻ വെച്ച് കൊടുക്കാം. മാമ്പഴത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരാത്തത് പിന്നെ ചേർക്കാം. ഇത് വേകണ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല കട്ട തൈര് ഒന്ന് ലൂസാക്കി എടുക്കാം. കട്ടയെല്ലാം ഉടച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഉടച്ച തൈര് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് മാങ്ങ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചേക്കുന്നത് കൊണ്ട് മാമ്പഴം അടിയിൽ പിടിക്കില്ല. എപ്പോഴും നമ്മൾ മാമ്പഴം വേവിക്കാൻ വയ്ക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എണ്ണ ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. മാമ്പഴം അടിയിൽ പിടിക്കാണ്ട് കരിഞ്ഞു പോകാണ്ടും കിട്ടും. അല്ലെങ്കിൽ മാമ്പഴം പെട്ടെന്ന് അടിയിൽ പിടിക്കും. നെയ്യ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല ടേസ്റ്റുള്ള മാമ്പഴക്കറി ഉണ്ടാകും. ഇനി നമ്മൾ തൈര് കടഞ്ഞ അതേ ജാറിലാണ് അരപ്പരയ്ക്കുന്നത്. തേങ്ങയുടെ കൂടെ ഒരല്പം ജീരകവും കുരുമുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് നമ്മൾ അരപ്പെടുക്കുന്നത്. 2-3 കുരുമുളക് ചേർക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും. ഇത് വേറൊരു ടിപ്പാണ്. എല്ലാവരും കുരുമുളക് ചേർത്ത് കാണാറില്ല. ഒരിക്കലും പച്ചമുളക് അതിൻ്റെ കൂടെ അരയ്ക്കരുത്. ചില പച്ചമുളകിന് കയ്പുണ്ടാവും. അത് മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെ മാറ്റിക്കളയും. അതുകൊണ്ട് പച്ചമുളക് അരയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് കറിയിലേക്ക് നമുക്ക് പൊട്ടിച്ചിടാവുന്നതേ ഉള്ളൂ. ഇപ്പം മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വീണ്ടും പോരാത്ത ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് ഇളക്കി കൊടുത്ത് തന്നെ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ തേങ്ങയാണ് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തീയിൽ ഇളക്കി കൊടുത്ത് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. അരപ്പ് തിളച്ച് പാകമാകുമ്പോൾ അതിനകത്തേക്ക് ഉടച്ചു വച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറവിടുകയാണ്. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട വറവിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയുടെ കൂടെ കടുക്, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില. ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം കായത്തിൻ്റെ പൊടിയും ഉലുവാപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല രുചിയാണ്. ഇതാണ് അടുത്ത ടിപ്പ്. എല്ലാവരും ഇതേപോലെ ഒന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. നമ്മൾ പണ്ട് കാലത്ത് കഴിച്ച മാമ്പഴ പുളിശ്ശേരിയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും മാമ്പഴ പുളിശ്ശേരിക്ക് ഉണ്ടാവുന്നത്. എല്ലാവരും ഈ രീതിയിലൊന്ന് മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.